ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? കുറെ ആയില്ലേ നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പൊ ഇന്ന് എന്തായാലും ഞാൻ സൺഡേ ആയിട്ട് സ്പെഷ്യൽ ആയിട്ട് ഒരു സംഭവം ഉണ്ടാക്കാൻ വിചാരിച്ചു. വേറൊന്നുമല്ല, നിങ്ങളെല്ലാവരും എന്റെ പോർക്ക് ഫ്രൈ കണ്ടിട്ടുണ്ടാവും അല്ലെ? അപ്പൊ നമുക്ക് ഇനി അടുത്തതായിട്ടുള്ളത് പോർക്ക് കറിയും കപ്പയും. സൺഡേ അല്ലേ, ഞാൻ സ്പെഷ്യൽ ആയിട്ട് ഇന്ന് ഇതാട്ടോ ഉണ്ടാക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്തൊക്കെയാണ് സ്പെഷ്യൽ ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണേ. അപ്പൊ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊന്ന് നോക്കിയാലോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിതവിടെ പോർക്ക് നല്ലതുപോലെ കഴുകി കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാനിത് കുക്കറിലേക്ക് പോർക്ക് കഷ്ണം ഇടുന്നതിൻ്റെ മുന്നേ തന്നെ ഞാനൊരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് വേറെ ഒന്നുമല്ല, ഇതിനകത്ത് നെയ്യ് ഉണ്ടെങ്കിലും കൂടിയിട്ട് ആ നെയ്യും വെളിച്ചെണ്ണയും ഒക്കെ കൂടി ചേരുമ്പോൾ നല്ലൊരു ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുക്കറിലേക്ക് നമ്മൾ പോർക്കെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ പൊടികളെല്ലാം കുറച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ നമ്മൾ ഉള്ളിയും തക്കാളിയും വാട്ടുന്ന സമയത്ത് അതിൻ്റെ കൂടെ ബാക്കി പൊടിയും കൂടെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് വേണ്ടത് മുളക് പൊടിയാണ്. മുളക് പൊടി ഞാൻ 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത പൊടി വേണ്ടത് ആണ് നമ്മുടെ സ്പെഷ്യൽ ഐറ്റമായ പോർക്ക് മസാല. കണ്ടോ, നല്ല പോർക്ക് കുട്ടപ്പൻ്റെ ഫോട്ടോയൊക്കെ വെച്ചിട്ടുള്ള നല്ല അടിപൊളി കവറിൽ നല്ല അടിപൊളി മസാല വന്നിട്ടുണ്ട്. ഇതേ ടേസ്റ്റാണ് ഈ മസാല ഇട്ടുള്ള കറി കൂട്ടുമ്പോൾ കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂൺ മസാല കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇനി അടുത്തതായി നമുക്ക് വേണ്ടത് കുറച്ച് ഉപ്പാണ്. അത് ഞാൻ 1 ടീസ്പൂൺ ഉപ്പ് ഇവിടെ ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിന് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് തക്കാളിയാണ്. കുറച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ 1 തക്കാളിയാണ്, ചെറിയൊരു തക്കാളിയാണ് കേട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വാട്ടുന്ന സമയത്ത് ബാക്കി ഇടാം. ഇനി അടുത്തതായിട്ട് ഒരു ഉള്ളിയുടെ പകുതി ഉള്ളിയാണ് ഞാനിവിടെ അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് പച്ചമുളക് വേണം. പച്ചമുളക് ഞാനിവിടെ ഒരു 3-4 ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് എരിവ് അനുസരിച്ച് നോക്കിയിട്ട് ഇട്ടാൽ മതി. മുളകിൻ്റെ എരിവ് ഇത് നല്ല എരിവുള്ള മുളകാണ്, അതുകൊണ്ട് ഞാൻ 4 ഇട്ടിട്ടുള്ളൂ. ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടിട്ടുണ്ടായിരുന്നു, അത് ക്യാമറയിൽ പെട്ടിട്ടില്ല. ഇനി നമുക്ക് വേണ്ടത് കറിവേപ്പിലയാണ്. കറിവേപ്പില നമ്മളിത് ഇവിടെ കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. നനഞ്ഞത് തന്നെ കയ്യിലൊട്ടി പിടിച്ചിരിക്കുകയാണ്. ഇനി വേണ്ടത് അടുത്തതായിട്ട് കുരുമുളക് പൊടിയാണ് കേട്ടോ. അപ്പോൾ കുരുമുളക് പൊടി ഇതേ ഞാൻ 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തത് വേണ്ടത് ഗരം മസാലയാണ്. അപ്പോൾ ഗരം മസാല 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മിക്സ് ചെയ്ത് വെച്ച പോർക്ക് ഇങ്ങനെ പിന്നെ ഒരു 1/2 മണിക്കൂർ വെച്ചതിന് ശേഷം നമുക്ക് കുക്കർ അടച്ച് ഗ്യാസിലേക്ക് വെക്കാം. അപ്പോൾ ഗ്യാസിലേക്ക് വെക്കാനായി തുടങ്ങിയപ്പോഴാണ് ഗ്യാസ് പണി തന്നു ഗ്യാസ് തീർന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, നമ്മൾ അടുപ്പ് കത്തിച്ചു. അടുപ്പ് കത്തിച്ചപ്പോൾ ഈ ചറവറ വിസിലൊക്കെ വരാൻ തുടങ്ങി. തീ നല്ലതുപോലെ കത്തുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ എന്തൊക്കെ ഉള്ളിയും തക്കാളി പച്ചമുളകും ഒക്കെ അരിഞ്ഞു വെച്ചു ഗൈസ്. ഇനി നമ്മൾ നാടൻ കപ്പയാണ്. ഈ നാടൻ കപ്പ വെട്ടി മുറിച്ച് നമുക്ക് കഷ്ണങ്ങളാക്കി കഴുകി വൃത്തിയാക്കി എടുക്കാം. ഞാൻ കഴുകി വൃത്തിയാക്കി കരണ്ടടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ടിട്ടുണ്ട്, ഉപ്പ് ഇതാ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് തിളച്ച് വരുമ്പോൾ വെള്ളം ഊറ്റിക്കളഞ്ഞ് നമുക്ക് കുത്തി ഉടയ്ക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് കേട്ടോ. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യണം. ഒപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്തും കൂടെ നോക്കണ്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ എല്ലാരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൂടെ നോക്കാം കേട്ടോ. അപ്പൊ ഓക്കെ, ബൈ.